പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ഞായറാഴ്ചകൾ നമ്മൾ ആചരിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയുമുള്ള നാളുകളിൽ പരിശുദ്ധ കന്യമറിയാമിനുള്ള വാങ്ങിപ്പ് അതിനോട് ചേർന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതലുള്ള വാക്യം. സഭയിൽ എന്താണ് വിലപ്പെട്ടത്? തിരുവചനത്തിൽ അടിസ്ഥാനപരമായി നമ്മെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഒരിക്കലും മറന്നു പോകാത്തതും എപ്പോഴും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള സന്ദേശം എന്താണ്? അതിലൊരു അംശമാണ് ഇന്ന് നമുക്ക് കൈമാറിത്തരുന്നത്. യേശുക്രിസ്തു എന്തിനാണോ ഈ ലോകത്തിലേക്ക് വന്നത്? അത് പൂർത്തീകരിച്ചത് കാൽവറിയിലും ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും. തൻ്റെ രക്ഷണ പ്രവർത്തനത്തിൻ്റെ പല ഘട്ടം പുൽക്കൂട് മുതൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന യേശു, രക്ഷകനായ ക്രിസ്തു നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട്. തൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ വളർത്തി ഉയർത്തി അവരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് ഉയർത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം കൊടുക്കുകയും അവർക്ക് വളരെ വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്തു. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം പരസ്യമായി ആ ശുശ്രൂഷ തുടരേണ്ടതിന് താൻ ഏത് മേഖലയിൽ പരിമിതപ്പെട്ടിരുന്നു അതിനേക്കാൾ വളരെ വിശാലമായ ഒരു ലോകത്തിലേക്ക് പോകുവാൻ ഈ അപ്പോസ്തലന്മാരെ കൂടി ആരംഭം കുറിക്കുകയും ചെയ്ത അതിമനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്കറിയാം. ആ ഒരു വലിയ അനുഭവത്തിൻ്റെ ഉടമകളാവുമ്പോൾ വാത്സല്യ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് ആ സന്ദേശം കൈമാറിയത് കൊണ്ട് ഉള്ള കൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ അനുസ്മരിക്കുകയാണ്. അതെങ്ങനെ ആരംഭം കുറിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഓർക്കാനുള്ളത്. ആരംഭം കുറിച്ചത് എങ്ങനെയാണ് ഏറ്റുവാങ്ങാനുള്ളത് എന്നാണ് ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കേണ്ടത്. അവൻ 12 പേരെ വിളിച്ച് ഈരണ്ടായി അയക്കുവാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരവും അവർക്ക് കൊടുത്തു. ഭൗതിക ലോകത്തിൽ അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്നവരാണ് നമ്മൾ കൂടുതൽ പേര്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത്. പക്ഷെ തമ്പുരാൻ പറയുന്നത് അശുദ്ധാത്മാവിനെ കാണുമ്പോൾ അതിനെ ആട്ടി ഓടിക്കണം. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ സ്വതന്ത്രമാകും. അവർ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി. ആരോടാ പറയുന്നത്? അപ്പോസ്തലന്മാരോട്. അവരെ അധികാരപ്പെടുത്തിയിട്ട് പറയുക, ഈരണ്ടായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവരെ നയിക്കുമ്പോൾ, അവരെ വിടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശം. ഈ പുരാതനമായ സഭ മറന്നു പോകുന്ന ഒരു വിഷയം. ദൈവം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർക്ക് കൃപകളും കൈമാറിയപ്പം അവരെ അധികാരപ്പെടുത്തിയ ഒരു പ്രത്യേക മേഖലയാണ് പൈശാചിക ശക്തി ഓടിക്കാൻ. അതിന് പല തലങ്ങളിലുള്ളത് നമുക്കറിയാം. ഒരു വീട് കുദാശ നടത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം കൃപ അവിടെ പകരുകയാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ അവിടുത്തെ കടലപ്പടിമേൽ വെള്ളം കൊണ്ട് വാഴ്ത്തുക, കുരിശടയാളം വയ്ക്കുക. ഇസ്രായേൽക്കാർക്ക് മിസ്രൈമിൽ കിട്ടിയ ട്രീറ്റ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അനുഭവസമ്പന്നമായി തീരും. ഈ വീടിനകത്ത് പൈശാചിക ശക്തി കയറുക, ഞാൻ മുദ്രയിടുക. ഒരു പൈതലിൻ്റെ മാമോദീസയുടെ സമയത്ത് ആ പൈതലിൻ്റെ മുഖം പടിഞ്ഞാറോട്ട് തിരിച്ചുകൊണ്ട് പുരോഹിതൻ ചൊല്ലിക്കൊടുക്കും. തലതൊടിഞ്ഞ ആൾ ഏറ്റുപറയും, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. പൈശാചിക ശക്തി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും അവന് വസിക്കാനുള്ള സ്ഥലമല്ല മനുഷ്യ ജീവിതം എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ തൻ്റെ വാത്സല്യ ശിഷ്യന്മാരിൽ കൂടി പൗരോഹിത്യം വഴി നമുക്ക് നൽകിയ ആ വലിയ ശുശ്രൂഷ ചെയ്യണമെന്ന്
നമ്മളെ സഭ ഓർപ്പിക്കുകയും ചെയ്യുക. ഇവിടെ പരിപൂർണമായിട്ടൊരു തളർച്ച സഭയുടെ തലത്തിൽ വരുന്നുണ്ട്. ഈ ഒരു കൃപ ഉള്ളവരാണ് ഞങ്ങൾ വൈദികർ എന്നുള്ളത് ഞങ്ങൾ മറന്നു പോവുക. വൈദികരിൽ കൂടി ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് ഈ സഭയിൽ കൂടി തന്നെ അനുഭവിക്കണം എന്നുള്ളത് അറിയുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ഭീകരമായ ഒരവസ്ഥ. നമുക്കുള്ള സിദ്ധികളുമായിട്ട് നോക്കുമ്പം നമ്മൾ വളരെ പിന്നിൽ. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് വളരെ വാചാലമായി വളരെ ആവേശത്തോടെ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. യുവജന പ്രസ്ഥാനത്തിലെ ഗൾഫ് പ്രദേശത്തിലെ കോൺഫറൻസ് പീരുമേട്ട് വെച്ചാണ്. അതിന് ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിൽ ജനിച്ച് യെരുശലേമിലും പലസ്തീനിലും വളർന്ന് ഇപ്പോൾ ഡോഹ ഖത്തറിൽ താമസിക്കുന്ന ജെറുസലേമിലെ പാത്രിക്കീസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു ആർച്ച് ബിഷപ്പ് അതിനെ ലീഡ് ചെയ്യാനായിട്ട് വന്നു, മുഖ്യാതിഥിയായിട്ട് വന്നു. അദ്ദേഹത്തെ മനോഹാരിതയും സഭയുടെ ആരാധനയുടെ മനോഹാരിതയും ഒക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നിരണം പള്ളിയിൽ അദ്ദേഹം ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിൻ്റെയും ഈ സഭയുടെയും മൂല്യങ്ങൾ കാണുന്നവർ വളരെ ആവശ്യത്തോടെ ഉറ്റു നോക്കുന്നവർ. അദ്ദേഹം പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മാർത്തോമാ ശ്ലീഹ മാതാവിൻ്റെ വാങ്ങിപ്പോരുന്നാളിൽ അല്പം താമസിച്ചു പോയി. കാരണം എത്ര ദീർഘമായ യാത്രയാണായിരുന്നു. നമ്മുടെ വിശ്വാസം ഓയാറിൽ കൂടി ചെന്നെന്നാണ്. എന്നിട്ട് പോലെ സമയമെടുത്തു. അവിടെ ചെന്നപ്പോഴത്തേന് കബറടക്ക ശുശ്രൂഷ കഴിഞ്ഞു. പക്ഷേ തനിക്ക് മാതാവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ട് കബറിടം തുറന്നപ്പം അവിടെ മാതാവുമില്ല, ഒന്നുമില്ല. ലോകത്തിന് കന്യാമറിയാമിനെ ദൈവം തമ്പുരാൻ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇടയായത് മാർത്തോമാ ശ്ലീഹായിൽ കൂടിയാണെന്ന് അദ്ദേഹം അണ്ടർലൈൻ ചെയ്യാൻ. നിങ്ങൾ ആ ദേവാലയത്തിൽ യെരുശലേമിൽ പോയാൽ ഗെത്സമനത്തോട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള മദ്ബഹായുടെ താഴെ ഒരു തൊട്ടി പോലെയുണ്ട്. അവിടുത്തെ പ്രധാന പുരോഹിതനോ ധൂപം അർപ്പിക്കുമ്പോൾ എപ്പോഴും ത്രോണോസലൊക്കെ വീശുന്ന പോലെ വളരെ ഭക്തിയോടുകൂടി ഇവിടെ വന്ന് വീശും. അത് മാതാവിനെ അടക്കാനായിട്ട് വേർതിരിച്ച സ്ഥലമാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹ വന്ന ഈ സന്ദേശം കൈമാറുകയും താൻ കണ്ടുമുട്ടിയ പൈശാചിക ശക്തികളെല്ലാം തൃത്വനാമത്തിൽ ഓടിക്കുകയും ചെയ്തു. ആ ശക്തി പകർന്നിട്ടാ ഞങ്ങൾക്കെല്ലാം ആ കൃപ തന്നത്. ഞങ്ങൾ പുരോഹിതന്മാർക്കും കൊടുക്കുമ്പം അവരുടെ ജീവിതം കൊണ്ട് ഇത് നമ്മുടെ അനുഭവത്തിൽ പ്രാവർത്തികമാകേണ്ടത്. നമ്മളത് മറന്നുപോവുക. ഇവിടെ വന്ന് വല്ലപ്പോഴും ആരാധന നടത്തിയാലും എനിക്ക് പൈശാചിക ശക്തിയുടെ ബാധയുണ്ട്, അല്ലെങ്കിൽ മാരകമായ രോഗമുണ്ട്, അതിന് സൗഖ്യം കിട്ടണമെങ്കിൽ വേറെ ഒരിടത്ത് പോകണമെന്നാണ്. വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം. നമുക്ക് തിരിച്ചുവരവിൻ്റെ ഒരാവശ്യമാണ്, തിരിച്ചറിവിൻ്റെ ഒരു ആവശ്യമാണ്. തിരുസന്നിധിയിൽ കടന്നു വരുന്നതിൻ്റെ ലഹരി ഏറ്റുവാങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്വമാണ്. തിരുവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും വചനമാകുന്ന ക്രിസ്തുവിനെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുവാനും രക്ഷകനായ അവനിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുവാനും അവൻ്റെ വാക്കുകൾ ആരോട് പറഞ്ഞോ, എങ്ങനെ പറഞ്ഞോ, എന്തിനു പറഞ്ഞോ, അത് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനും സാധിക്കുമ്പോഴാണ് ജീവിതാനുഭവങ്ങൾ സമ്പന്നമാകുന്നത്. നിങ്ങളുടെ അടുത്തൊന്നും പള്ളിയില്ലാഞ്ഞിട്ടല്ല ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ മൂലയിൽ കബറടങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധൻ ഞാനീ പറഞ്ഞ രക്ഷകന്റെ ശബ്ദം കേട്ട് തൻ്റെ കയ്യിൽ കിട്ടിയ കുരിശെന്താണ്, എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതോർത്ത് നെഞ്ച് ചേർത്ത് കുരിശ് വരയ്ക്കുകയും അതോർത്ത് പ്രകൃതിയിൽ ആ കുരിശടയാളം വരയ്ക്കുകയും അതോർത്ത് ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
ആ പിതാവിൽ കൂടി പിശാച് ഓടിപ്പോയിട്ടുണ്ട്. മാരകമായ രോഗം നീങ്ങിയിട്ടുണ്ട്. ഈ സഭയിൽ പരിശുദ്ധനായ പെരുമലത്തിരുമേനിക്ക് മാത്രം വേർതിരിച്ചിരിക്കുന്ന ഒരു കൃപയല്ല, പൗരോഹിത്യ വൃന്ദത്തിന് കൈമാറിയിരിക്കുന്ന ഒരു കൃപയാണ്. അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജാതിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുമ്പോഴാണ് സഭയുടെ ശുശ്രൂഷയും ദൈവസന്നിധിയിലുള്ള സ്തോത്രവും പ്രസക്തമായി തീരുന്നത്. നിങ്ങളുടെ മേലുള്ള പ്രാർത്ഥനകളും ഉദാശകളും അനുഷ്ഠാനങ്ങളും അനുഭവസമ്പന്നമായി തീരുന്നു. തുടർന്നും വരുന്നുണ്ട്. നിങ്ങൾ 2 വസ്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതല്ല നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുവാൻ. പക്ഷെ അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആദ്യം കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു ഭവനത്തിൽ താമസിക്കണം. ആ പട്ടണം വിടുന്നവരെ അവിടെ താമസിക്കണം. ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ചെരുപ്പയിലെ പൊടി പോലും അവിടെ തൂത്തിട്ട് പോകും. വളരെ വ്യക്തമാണ് യേശുവിൻ്റെ ശബ്ദം. സാധാരണ നിലയിൽ ഒരു പട്ടണത്തിൽ ചെന്നാൽ സമാധാനത്തിന് ശബ്ദം ഉണ്ടെങ്കിൽ, സമാധാനം കാക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ വീട്ടിലെ ആൻറ്റീന കൃത്യമായ പൊസിഷനിലാണെങ്കിൽ ലോകത്തിലെ ഏത് സംഭവവും, ഏത് കൊടുങ്കാറ്റടിക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് TV യിൽ കിട്ടും. നിങ്ങളുടെ മൊബൈലിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇല്ലെങ്കിലാണ് പ്രശ്നം. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഈ തിരുവചനത്തിൻ്റെ അർത്ഥം അനുഭവിക്കുന്നവരായിരിക്കണം സഭയിൽ. യേശുമ്പുരാൻ അധികാരപ്പെടുത്തിയ അധികാരത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവരും വിനയപൂർവ്വം തമ്പുരാന്റെ സന്നിധിയിൽ ശിരസ്സംവിച്ച് ഏത് ശക്തമായ വെല്ലുവിളിയുടെ മുമ്പിലും തലയുയർത്തി നിൽക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ തലയുയർത്തുവാൻ സാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതിൽ ഏറ്റവും മകുടമായിട്ട് നിൽക്കേണ്ടതാണ് ഓർത്തഡോക്സുകാർ. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ ദീർഘമായ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ വിചാരം. അതിന് മറ്റൊന്നും മാർഗമില്ല. സഭയുടെ കുദാശകളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനയിലും സജീവമായിട്ട് ഇഴുകിച്ചേർന്ന് ഈ തിരുവചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അത് കൈമാറുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രത്യാശയോടുകൂടി അവനിലേക്ക് വിട്ട് നോക്കി വിനയപൂർവ്വം അവനിൽ നിന്ന് കൃപകൾ സ്വീകരിച്ച് ലഹരിയായി അത് സഭയ്ക്ക് വെളിയിലും പരിശുദ്ധനായ പെരുമലത്തിരുമേനി സഭയ്ക്കുള്ളിലുള്ളവർക്ക് മാത്രമല്ല ഈ കൃപകൾ കൊടുത്തത്, അനേകം പേർക്ക് ആശ്വാസമായി, അനേകം പേരുടെ ദുഃഖങ്ങൾ നീക്കുന്നതായി, പിശാചിനെ ആരാധിച്ചിരുന്ന ആളുകളെ ആ പിശാചിനെ നിന്ന് സ്വതന്ത്രമാക്കി വീണ്ടെടുത്ത ധാരാളം ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ അതുപോലുള്ള അനുഭവങ്ങൾക്ക് ഓഹരിക്കാരായി ഞങ്ങളെ തീർക്കണമേ. ഈ സഭയ്ക്ക് ഇതിൻ്റെ ഒരു ദർശനം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും വിശ്വാസികളായ ഞങ്ങളെയും ശുദ്ധീകരിച്ച് വെളിപ്പാക്കണമേ. ആ വെളിച്ചം ഞങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും അനുഭവിപ്പാനും നീ കൈമാറുന്ന കൃപകൾ 10 മടങ്ങായിട്ട് അനുഭവിച്ച് നിന്റെ സന്നിധിയിൽ സ്തോത്രഗീതങ്ങൾ അർപ്പിപ്പാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൃപകൾ വളരെ വ്യക്തമായിട്ട് അനുഭവിച്ച ഒരുവളുടെ ഓർമ്മ ദിവസത്തിലേക്ക് നമ്മൾ വരിക. പരിശുദ്ധ കന്യമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിക്കുവാൻ നാളെ മുതൽ നോമ്പിലേക്ക് പ്രവേശിക്കുക. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ ലോകത്തിൽ എവിടെയെല്ലാം സന്ദേശങ്ങൾ കൈമാറിയോ അവിടെയൊക്കെ ഇത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവന്നു. മാർ തോമാസ് ശ്ലീഹ ഈ ഭാരതത്തിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവിടെ പൈശാചിക ശക്തി മാറിയ സ്പേസസ് ഇവിടെ നിരണത്തും ഇതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി. ഞാനിതരായി ദൈവസന്നിധിയിൽ ശിരസ്സ് നമിക്കുമ്പോൾ ദൈവമേ നീ സഭയിൽ കൂടി പിതാക്കന്മാരിൽ കൂടി ഞങ്ങൾക്ക് കൈമാറി തന്നിരിക്കുന്ന ഈ കൃപകൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ സഭയ്ക്ക് ദർശനമുള്ളൊരു സഭയായി ആഴമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൽപ്പുള്ളതായി നീ കൈമാറിയ കൃപകളെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവരായി നിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാനും അനേകരെ നിന്നിലേക്ക് ആദായപ്പെടുത്തുവാനും അവരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ആരാണെന്ന് അറിഞ്ഞ് പരിശുദ്ധാതൃത്വത്തെ വിശ്വാസം ഏറ്റുപറയുവാൻ
സാധിക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ പിറവി ഞങ്ങളുടെ ഈ സഭയിൽ കൂടിയും ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരവസരമാണ് ദൈവസാന്നിധ്യം. നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. ഒരു നിമിഷം വിനയാന്വിതരായി നമ്മെയും നമുക്കുള്ളവരെയും ഈ ഭാരതത്തെ ദൈവസാന്നിധ്യം പ്രത്യേകമായിട്ട് വാർത്തിക്കും.